പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദില്ലിയിലെ ഗുരു ഗാന്ധി സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷ ചരിത്ര സംഭവമാക്കാനായെന്ന് പ്രമുഖ വ്യവസായി KR മനോജ് ദില്ലി പറഞ്ഞു. ജഗന്നാഥ ക്ഷേത്ര മഹോത്സവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രങ്ങൾ മാത്രം പോരെന്നും വിദ്യാലയങ്ങൾ കൂടി വേണമെന്നും ഗുരു പറഞ്ഞത് അറിവിനെ ദൈവമായി കണ്ടതുകൊണ്ടാണെന്നും ഉത്തമ പൗരന്മാരായി വളരാൻ ജ്ഞാനമുണ്ടായേ മതിയാവുള്ളൂ എന്നും അറിവുണ്ടാകുമ്പോൾ അജ്ഞത വഴിമാറുമെന്നും ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ചതെന്ന് ഗോകുലം ഗോപാലൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. മതത്തേക്കാൾ പ്രാധാന്യം മനുഷ്യനുണ്ടാകണം. മതമൊരു സംസ്കാരമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പരിപോഷിപ്പിക്കാനും നിർധനരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം പ്രാപ്തമാക്കാനും ജഗന്നാഥ ക്ഷേത്രത്തിന് ഇനിയും സാധിക്കേണ്ടതുണ്ട്. ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് 100 വയസ്സ് തികയുന്ന വേളയിൽ വരും തലമുറകൾക്ക് നിത്യസ്മരണയായി സ്മാരകം പണിയുന്നത് അഭികാമ്യമാണെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ജഗന്നാഥ ക്ഷേത്ര മഹോത്സവ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ആചാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ആവശ്യമാണ്. ഓരോന്നിനും അതിൻ്റെതായ വേദിയുണ്ട്. നമ്മുടെ കഴിഞ്ഞാൽന്ന് പറയുന്നത് അർത്ഥമുണ്ട്, നമ്മുടെ ക്ഷേത്രം കെട്ടണമെന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, പിന്നെ യോഗ ചെയ്യണമെന്നുള്ള അർത്ഥം. എല്ലാ മതങ്ങളും ചെയ്യുന്ന ഓരോ ആചാരങ്ങളും അവരാരോഗ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആചാരങ്ങളാണ്. അപ്പൊ ആചാരങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും നമ്മുടെ അന്തസ്സിലേക്ക് ബാധിക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ് ആചാരങ്ങൾ. അതിനുള്ള ആചാരങ്ങൾ മാത്രമേ നല്ല. ശിവഗിരി കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള മാനവരാശിയുടെ ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രമെന്ന് വിഖ്യാത സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ഇതുപോലെ നല്ല മനസ്സോടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ. ഈ ആദർശം നമ്മൾ തെറ്റി നടക്കാതെ ആദർശം സ്വാമി എന്ത് ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു ഊർജമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ തെളിയിക്കും. നമ്മുടെ ജീവിതത്തില് അനുഭവങ്ങൾ വേറെ ആൾ പറഞ്ഞ് നടക്കാതിരിക്കുന്ന മയക്കൊന്നല്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. നമ്മൾ സക്സസ്. VK മുരളീധരൻ മുംബൈ, TK രാജൻ മംഗലാപുരം, ബിപിൻ ഷാൻ കോട്ടയം, ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K അജിത് കുമാർ, TC ദിലീപ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ പൊയിലൂർ സ്വാഗതവും C ഗോപാലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീതരാവും എഴുന്നള്ളത്തും കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. ശേഷം ആറാട്ട് എഴുന്നള്ളത്തും രാത്രി 10:55 കൊടിയിറക്കവും നടന്നു. താന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി.